ശ്രീം മഹാത്രിപുരസുന്ദരിയേ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 10 മുതൽ 14 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്രസായക നിജാരൂണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണി കനത് കോട്ടീരമണ്ഡിത. 10ാമത്തെ നാമം മനോരുപേക്ഷു കോദണ്ഡ, മനസ്സാകുന്ന കരിമ്പിൻ വില്ലോട് കൂടിയവൾ. ഇക്ഷു എന്നാൽ കരിമ്പ്, കോദണ്ഡമെന്നാൽ വില്ല്. അപ്പോൾ മനസ്സാകുന്ന കരിമ്പിൻ വില്ലാണ് ദേവിയുടെ ഒരു കയ്യിലുള്ള ആയുധമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും ചലിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ മനസ്സിനെ വേണ്ട വിധത്തിൽ പരിപാകപ്പെടുത്തിയെടുക്കാൻ അമ്മയ്ക്ക് കഴിയും. കാരണം ആ മനസ്സാകുന്ന വില്ല് അമ്മയുടെ കയ്യിലെ ഒരു ആയുധമാണ്. ഇനി 11ാമത്തെ നാമം പഞ്ചതന്മാത്രസായക. നമ്മുടെ മനസ്സിനെ ഇളക്കി വിടുന്നതൊക്കെ ഇന്ദ്രിയങ്ങളാണ് അല്ലേ? അപ്പോൾ ഈ 5 തന്മാത്രകൾ, സായകമെന്നാൽ അമ്പുകൾ, പഞ്ചതന്മാത്രകളാണ് അമ്മയുടെ കയ്യിലുള്ള അമ്പുകൾ. അത് ഏതൊക്കെയാണ്? രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം, ഇങ്ങനെയുള്ള 5 തന്മാത്രകൾ അമ്പുകളായി കയ്യിലേന്തിയവളാണ് അമ്മ. ഇനി 12ാമത്തെ നാമം നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നിജ അരുണ, തൻ്റെ അരുണപ്രഭ, ആ ഒരു ചുവന്ന പ്രഭാപൂരത്തിൽ അങ്ങനെ മജ്ജത്, എല്ലാറ്റിനെയും മുഴുകിപ്പിക്കുന്നവൾ. ബ്രഹ്മാണ്ഡമണ്ഡലം, ഈ ബ്രഹ്മാണ്ഡമണ്ഡലത്തെ മുഴുവൻ തൻ്റെ ആ അരുണപ്രഭയിൽ അങ്ങനെ മുഴുകിപ്പിക്കുന്ന ആളാണ് അമ്മ. അങ്ങനെ തൻ്റെ ആ ഒരു മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നു അമ്മ. ഇനി 13ാമത്തെ നാമം ചെമ്പക, അശോക, പുന്നാഗ, സൗഗന്ധിക, ലസത്, കജ. ചെമ്പകം, അശോകം, പുന്നാഗമരം, സൗഗന്ധികം മുതലായ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുടിയോടു കൂടിയവൾ. ലസത് എന്നാൽ അലങ്കരിക്കുക, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കജ, മുടി. അപ്പോൾ ദേവിയുടെ മുടിയുടെ അലങ്കാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി 14ാമത്തെ നാമം കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിത. കുരുവിന്ദമണി എന്നാൽ മാണിക്യം. ആ മാണിക്യത്തിൻ്റെ ശ്രേണി, നിര. കോടീരമെന്നാൽ കിരീടം. മണ്ഡിത അലങ്കരിക്കപ്പെട്ടവൾ. അപ്പോൾ മാണിക്യരത്നം പതിപ്പിച്ച അതിൻ്റെ നിര, അത് ഒരു മാണിക്യമല്ല, ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് മാണിക്യങ്ങൾ പതിപ്പിച്ച കിരീടം. അങ്ങനത്തെ കിരീടം ഒരു അലങ്കാരമായിരിക്കുന്നു അമ്മയ്ക്ക് എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ.